പാരഗ്രാഫിലായിട്ട് നമ്മൾ ഈ ആൽക്കഹോളിക്സ് അനോണിമസിന്റെ നമ്മുടെ സേവകരായിട്ടുള്ള അംഗങ്ങളായിട്ടുള്ള ആൾക്കാർ തന്നെ ചിലപ്പോൾ പലപ്പോഴും നമ്മുടെ ഓഫീസുകളിൽ സെക്രട്ടറിമാരായിട്ടും ജനറൽ മാനേജർമാരുമായിട്ടും ഒക്കെ ജോലി ചെയ്യും. അവർക്ക് ശമ്പളം കൊടുക്കുന്നത് പണത്തിന്റെ ദുരുപയോഗമാണെന്നും അവരെ യിലൂടെ പണം ഉണ്ടാക്കുന്ന ആൾക്കാരാണെന്നൊക്കെ ഒരു വാദം ഒരു കാലത്തുണ്ടായിരുന്നു. പക്ഷെ ബിൽ വിൽസൺ വളരെ വ്യക്തമായിട്ട് തന്നെ ജോലി ചെയ്യുന്നവർക്ക് കൂലിക്ക് അർഹതയുണ്ട് എന്നുള്ളത് ഈ ലേഖനത്തിൽ വ്യക്തമാക്കുന്നു. അതുപോലെ തന്നെ എല്ലാ അംഗങ്ങൾക്കും അവർക്ക് വ്യക്തി എന്നുള്ള നിലയിൽ എവിടെയും ജോലി ചെയ്യാം. പക്ഷെ അവര് ആൽക്കഹോളിക്സ് അനോണിമസിന്റെ പേര് ഉപയോഗിക്കരുത്. ഒരു ഡോക്ടറായിട്ടോ ഒരു കൗൺസിലറായിട്ടോ ഒരു പ്രാസംഗികനായിട്ടോ ഒരു രാഷ്ട്രീയക്കാരനായിട്ടോ ഏത് മേഖലയിലും ജോലി ചെയ്യാം. അവിടെ അവർക്ക് പണം കൈപ്പറ്റാം. പക്ഷെ അവിടെ ആൽക്കഹോളിക്സ് അനോണിമസിന്റെ പേര് ഉപയോഗിക്കരുതാണ്. എന്നിട്ട് ബിൽ വിൽസൺ ഇതില് ഇത്തരത്തിലുള്ള ചർച്ചകള് ഒരു മുതൽ ജി വരെയുള്ള കുറെ പോയിന്റ്സിലായിട്ട് അദ്ദേഹം ചുരുക്കുന്നുണ്ട്. അതിൽ മറ്റൊന്നുമല്ല, നമ്മുടെ ആൽക്കഹോളിക്സ് അനോണിമസ് എന്ന് പറയുന്ന ഒരു ആത്മീയ അടിസ്ഥാനമുള്ള ഒരു മുന്നേറ്റമാണ്. അതിന് പണത്തിന്റെ ദുരുപയോഗം വരാതെ നമ്മൾ സൂക്ഷിക്കണമെന്നുള്ളതാണ്. അതുപോലെ തന്നെ ഇതിലെ കോൺട്രിബ്യൂഷൻസ് ആൽക്കഹോളിക്സ് അനോണിമസിന്റെ പുറമേയുള്ള ഒരു വ്യക്തിയിൽ നിന്നും നമ്മൾ കോൺട്രിബ്യൂഷൻ വാങ്ങരുത് എന്നുള്ളത് വളരെ വ്യക്തമാക്കുന്നുണ്ട്. ഇവിടെ പിന്നെയും എന്ന് പറയുന്ന ഒരു കാച്ചിക്കുറുക്കിയെടുത്ത് എ ഗ്രൂപ്പ് ഈസ് എ സ്പിരിച്വൽ എൻറ്റിറ്റി, നോട്ട് എ ബിസിനസ് കൺസേൺ. വളരെ വ്യക്തമാണ്. ആൽക്കഹോളിക്സ് അനോണിമസ് പണം ഉണ്ടാക്കാൻ നടക്കുന്ന ഒരു കൂട്ടം ആൾക്കാരുടെ അല്ല. ഇതൊരു ആത്മീയ അടിസ്ഥാനം ഉള്ളതിലാണ്. നമ്മുടെ പണത്തെ സംബന്ധിക്കുന്ന നമ്മുടെ കാഴ്ചപ്പാട് കൂട്ടായിട്ടുള്ള ദാരിദ്ര്യമാണ്. പിന്നെ അതിനോടൊപ്പം തന്നെ നമ്മുടെ പ്രൊഫഷണലിസം, അതിനെക്കുറിച്ചുള്ള കുറച്ച് നിരീക്ഷണങ്ങൾ കൂടെ ബിൽ വിൽസൺ ഇതിനകത്ത് നടത്തുന്നുണ്ട്. അപ്പോ നമ്മൾ ആൽക്കഹോളിക്സ് അനോണിമസിൽ നമ്മൾ സുപ്പീരിയർ ആയിട്ടുള്ള നേഴ്സുമാര്, ഡോക്ടർമാര്, സോഷ്യൽ വർക്കർ, അല്ലെങ്കിൽ വിദ്യാഭ്യാസ രംഗത്ത് പ്രവർത്തിക്കുന്ന ആളുകള്, ഇവരൊക്കെ നമ്മുടെ ആൽക്കഹോളിക്സ് അനോണിമസിനെ നമ്മൾ ഈ മേഖലകളിൽ നമ്മുടെ അംഗങ്ങൾ പ്രവർത്തിക്കുന്നത് കൊണ്ട് നമുക്കൊരു കുഴപ്പവുമില്ല. ക്വാളിഫൈഡ് ആയിട്ടുള്ള അംഗങ്ങൾ ആ മേഖലകളിൽ പ്രവർത്തിക്കാം. ഇവിടെ വളരെ വ്യക്തമായിട്ട് അവർക്ക് അത്തരത്തിലുള്ള എംപ്ലോയ്മെന്റ് ചെയ്യാം. അത് നമ്മുടെ മെമ്പർഷിപ്പ്, നമ്മുടെ അനോണിമിറ്റി ഒക്കെ കീപ്പ് ചെയ്തുകൊണ്ട് ബന്ധിപ്പിക്കാതെ തന്നെ ചെയ്യണമെന്നാണ് ഇവിടെ എഴുതിയിരിക്കുന്നത്. ഇവിടെ ബിൽ വിൽസൺ നമ്മൾ നേരത്തെ പറഞ്ഞ ഹോസ്പിറ്റലുകളൊക്കെ സംബന്ധിച്ച് നമ്മൾ അതുമായിട്ട് ബന്ധപ്പെട്ട് പ്രവർത്തിച്ചാലുള്ള ഭയങ്ങളെ കുറിച്ച് ഈ പണത്തെ സംബന്ധിക്കുന്ന ലേഖനത്തിലും അദ്ദേഹം അതിനെക്കുറിച്ച് എഴുതിയിട്ടുണ്ട്. പിന്നീട് ഇവിടെ പറയുന്നത് ആൽക്കഹോളിക്സ് അനോണിമസിന് നമുക്ക് പുറമേയുള്ള ഡൊണേഷനോ പേയ്മെന്റോ ഔട്ട്സൈഡ് വെളിയിലുള്ള ഒരു മനുഷ്യന്റെ നിന്ന് നമ്മൾ വാങ്ങിക്കുന്നില്ല. നമ്മുടെ അംഗങ്ങൾ ഇടുന്ന പണം കൊണ്ട് തന്നെ നമ്മൾ മുന്നോട്ട് പോകണം എന്നുള്ള ഒരു നിരീക്ഷണവും കൂടെ ബിൽ വിൽസൺ ഈ ലേഖനത്തിൽ എഴുതുന്നു. നമ്മളെ 7ാമത്തെ ട്രഡീഷൻ വ്യക്തമാക്കുന്നുണ്ട്. അത് മാത്രമല്ല, അദ്ദേഹം പിന്നെ ഒരു നിരീക്ഷണം നടത്തുന്നത്, നമ്മള് ഈ instead let us be givers, we are not helpless now, penniless anymore. അതായത് നമ്മൾ ആൽക്കഹോളിക്സ് അനോണിമസിൽ കടന്നു വന്ന് ആദ്യത്തെ കാലത്തിന് നമ്മൾ 5 പൈസ കൈയില്ലാത്ത ദാരിദ്ര്യവും 5 പൈസ കൈയില്ലാത്തവരും എന്നുള്ള അവസ്ഥയിൽ നിന്ന് മാറിയിട്ട് നമ്മൾ മറ്റുള്ളവർക്ക് കൊടുക്കുന്നവരായിട്ട് മാറണം എന്നുള്ളതാണ്. അത് പണമായിട്ട് കാശെടുത്ത് മറിക്കുന്നതല്ല, മറിച്ച് നമ്മള് കുടിയന്മാരാണ്. അതുകൊണ്ട് നമ്മുടെ ഒരു ഗ്രൂപ്പ് പ്രവർത്തിക്കാൻ ഈ പള്ളി നമുക്ക് ഫ്രീ ആയിട്ട് സ്ഥലം തരണം, ഒരു ഗ്രൂപ്പ് പ്രവർത്തിക്കാൻ ആശ്രമം ഫ്രീ ആയിട്ട് സ്ഥലം തരണം. നമ്മൾ മറ്റുള്ളവരുടെ അടുത്ത് മുമ്പിൽ പോയി നമ്മൾ പണ്ട് 5 പൈസ ഇല്ലാത്തവരാണ്, അതുകൊണ്ട് ഞങ്ങളെ ഗ്രൂപ്പ് പ്രവർത്തിക്കാൻ നിങ്ങൾ ഇത്തിരി ഡിസ്കൗണ്ട്, പിന്നെ ഇതൊരു നല്ല പ്രസ്ഥാനമായിട്ട് നിങ്ങൾ സ്റ്റേജിന് പൈസ കുറച്ച് തരണം, നോട്ടീസ് ഫ്രീ ആയിട്ട് അടിച്ചു തരണം. ഇത്തരത്തില് നമ്മള് യാചിക്കാനൊന്നും പോണ്ട, മറിച്ച് നമ്മൾ ഒരു കാലത്ത് നമ്മൾ കൈനീട്ടിയ ആൾക്കാരാണ്, ഇനി നമ്മൾ കൊടുക്കുന്ന മനുഷ്യരായിട്ട് മാറണം. മറ്റൊരു ഭാഷയിൽ പറഞ്ഞാൽ സെൽഫ് സപ്പോർട്ട് എന്ന് പറയുന്ന ആശയം, സ്വയം പര്യാപ്തരായിട്ടുള്ള മദ്യാസക്തർ എന്ന് പറയുന്ന ആശയം, അല്ലെങ്കിൽ ഉത്തരവാദിത്വഹീനന്മാര്, ഉത്തരവാദിത്വമുള്ള മനുഷ്യരായിട്ട് മാറുന്ന ഒരു കാഴ്ചപ്പാട് ഇവിടെ ബിൽ വിൽസൺ ഈ ലേഖനത്തിൽ അവതരിപ്പിക്കുന്നു.
ഞാൻ അതിനെ കൺക്ലൂഡ് ചെയ്യുമ്പോഴത്തേക്ക് ഈ ആൽക്കഹോളിക്സ് അനോണിമസിന്റെ പുറമേ ഉള്ള എല്ലാ സാമ്പത്തിക കാര്യങ്ങളും നമ്മുടെ സംഭാവനകളും ബിൽപത്രങ്ങളും എല്ലാം ആൽക്കഹോളിക്സ് അനോണിമസ് ഡിനേ ചെയ്യുന്നു. ഇതിനോട് ബന്ധപ്പെട്ട് ബിൽ വിൽസൺ ഒരു നിരീക്ഷണം നടത്തുന്നത് എയെ കുറിച്ച് സിനിമ എടുക്കാൻ ഒരു കാലത്ത് ആൽക്കഹോളിക്സ് അനോണിമസിനെ സമീപിക്കുകയും ബിൽ വിൽസൺ എഴുതുന്നത് as most readers know, we have been approached of late by several motion picture concerns about the possibility of an AA film. Naturally, money has been discussed, but our trustees, very rightly, I think, take the position that AA has nothing to sell, that we all wish to avoid even a suggestion of commerce, and that is any case AA, generally speaking, is now self-supporting. അതില് എല്ലാം ഈ പണത്തെ സംബന്ധിക്കുന്ന എല്ലാം കാച്ചിക്കുറുകിയിരുന്നു. ആൽക്കഹോളിക്സ് അനോണിമസിനെ കുറിച്ച് സിനിമ എടുക്കാൻ ആൾക്കാർ സമീപിച്ചു. പക്ഷെ അങ്ങനെ സിനിമ എടുക്കുകയാണെങ്കിൽ നമ്മൾ ഈ ബിസിനസിന്റെ മേഖലയിൽ, കോമേഴ്സിന്റെ മേഖലയിൽ നമ്മൾ എത്തിപ്പെടും. അത് നമ്മുടെ അന്നത്തെ ട്രസ്റ്റിമാര് അതിനെക്കുറിച്ച് ആലോചിച്ച് ചിന്തിച്ച് അത്തരത്തിലുള്ള ഒന്നിലും നമ്മൾ ഇടപെടേണ്ടതില്ലെന്നും നമ്മൾ സ്വയം പര്യാപ്തരായിട്ട് സെൽഫ് സപ്പോർട്ട് എന്നുള്ള ആധ്യാത്മിക മൂല്യം സ്വീകരിച്ച് മുന്നോട്ട് പോയാൽ മതിയെന്നും അന്നൊരു തീരുമാനമെടുത്തു. അപ്പോ ഈ ലേഖനം ബിൽ വിൽസൺ അവസാനിപ്പിക്കുന്നത് മുന്നിലേക്കുള്ള വർഷങ്ങളിൽ, ഞാൻ നേരത്തെ പറഞ്ഞത് എപ്പോഴും സംസാരിക്കുന്നത് ബിൽ വിൽസൺ എന്ന് പറയുന്നത് ഒരു സന്യാസി സ്വാമിയാണ്. ആ സ്വാമിക്ക് പ്രവചന സ്വഭാവമുണ്ട്. അയാൾ കാണുന്നത് 1930-കളിലോ 55-ലുള്ള കാഴ്ചയല്ല. അയാൾ കാണുന്നത്, അയാളുടെ വിഷൻ ഒരു വലിയ ശക്തി കൊടുത്തിരിക്കുന്നത്, അയാള് വളരെ ദീർഘമായിട്ടുള്ള കാഴ്ചകൾ കാണുന്ന ഒരു മനുഷ്യൻ. അയാൾ എഴുത്തിലും അത്തരത്തിലുള്ള വാക്കുകളാണുള്ളത്. ഈ മുന്നിലേക്കുള്ള വർഷങ്ങളിൽ അഭിമുഖീകരിക്കുന്ന ഏറ്റവും വലിയ ഒരു പരീക്ഷണം ഇതിന്റെ തന്നെ സമ്പന്നതയുടെയും വിജയത്തിൽ നിന്നുമുള്ള അഗ്നിപരീക്ഷ ആയിരിക്കുമെന്നാണ്. സത്യമാണ്. ഇന്ന് ആൽക്കഹോളിക്സ് അനോണിമസ് ലോകമെമ്പാടും ഉണ്ട്, കേരളത്തിലും വിദേശ രാജ്യങ്ങളിലും എല്ലാം ഉണ്ട്. പക്ഷെ ആൽക്കഹോളിക്സ് അനോണിമസിന്റെ വിജയവും അതിന്റെ തന്നെ സമ്പന്നതയും, ആൽക്കഹോളിക്സ് അനോണിമസിന് കാശ് കുറവാണെങ്കിലും കൂട്ടായ ദാരിദ്ര്യം സ്വീകരിച്ചിട്ടുണ്ടെങ്കിലും ബിൽ വിൽസൺ ഈ ലേഖനത്തിൽ നിരീക്ഷിക്കുന്നത് അംഗങ്ങളുടെ വരുമാനം അത് ലോകത്തെ വലിയ ഒരു സമ്പന്നമായിട്ടുള്ള, നമ്മുടെ എല്ലാവരുടെയും പ്രതിശീർഷ വരുമാനം എടുത്താൽ അത് വലിയ ഒരു തുകയായിട്ടാണ് ബിൽ വിൽസൺ ഈ ലേഖനത്തിൽ നിരീക്ഷിക്കുന്നത്. അപ്പോ നമ്മള് സമ്പന്നതയും നമ്മുടെ വിജയവും അത് ആൽക്കഹോളിക്സ് അനോണിമസിന് അഗ്നിപരീക്ഷ ഉയർത്തുന്നതാണ്. കാര്യം ഒരുപാട് അറുമാദിച്ചാൽ, നമ്മുടെ എളിമയിൽ നിന്ന് മാറിപ്പോയാൽ, നമ്മുടെ മനുഷ്യ സ്നേഹത്തിൽ നിന്ന് മാറിപ്പോയാൽ, വാഷിംഗ്ടോണിയൻസിനും ഓക്സ്ഫോർഡ് ഗ്രൂപ്പിനും ഒക്കെ സംഭവിച്ചത് തന്നെ നമുക്കും സംഭവിക്കും. അതുകൊണ്ട് മുന്നിലേക്കുള്ള വർഷങ്ങളിൽ നമ്മള് ഇത്തരം കാര്യങ്ങൾ, കാലത്തിന്റെ തിരമാലകളും സമയവും സാഹചര്യങ്ങളും നമ്മെ വെറുതെ വിട്ടാൽ നമ്മുടെ വിധി സുരക്ഷിതമായിരിക്കും. ഇത് ബിൽ വിൽസൺ ഇവിടെയാണ് അദ്ദേഹത്തിന്റെയൊക്കെ ഞാൻ നേരത്തെ പറഞ്ഞ് അവസാനിപ്പിക്കുമ്പോൾ ഈ വലിയ മനുഷ്യരുടെ ഹൃദയത്തിനകത്തുള്ള എളിമ, വേണമെങ്കിൽ ഞങ്ങൾ ആൽക്കഹോളിക്സ് അനോണിമസ് ഞങ്ങൾ ഉണ്ടാക്കി, ഞങ്ങൾ ഇനി നിൽക്കും എന്നൊക്കെ പ്രഖ്യാപിക്കുന്നതിന് പകരം വരുന്ന വർഷങ്ങളിൽ ഇനി ശുഭപ്രതീക്ഷ പങ്കുവയ്ക്കുന്നു. മുന്നിലേക്കുള്ള വർഷങ്ങളിൽ നമ്മുടെ തന്നെ സമ്പന്നതയും നമ്മുടെ തന്നെ വിജയത്തിന്റെയും അതിൽ നിന്ന് നേരിടുന്ന അഗ്നിപരീക്ഷകൾ, അതുകൊണ്ട് മാത്രമല്ല ഈ പ്രസ്ഥാനം, ഈ മുന്നേറ്റം അത് മുന്നോട്ട് തന്നെ പോവും. എങ്ങനെ മുന്നോട്ട് പോകുമെന്ന് വെച്ചാൽ കാലത്തിന്റെ തിരമാലകൾ എല്ലാം തകർക്കപ്പെടുകയും മാറ്റപ്പെടുകയും ചെയ്യും. കാലത്തിന്റെ തിരമാലകൾ, അതുപോലെ സമയവും സാഹചര്യങ്ങളും നമ്മളെ വെറുതെ വിട്ടാൽ നമ്മുടെ വിധി സുരക്ഷിതമായിരിക്കും. അപ്പോ ഇത്തരത്തിലുള്ള ഒരു കാഴ്ചപ്പാടോടുകൂടി ബിൽ വിൽസൺ ഈ പണത്തിനെ കുറിച്ചും നമ്മുടെ പാരമ്പര്യം 7-നെ കുറിച്ചുള്ള ആ ഒരു ലേഖനവും കൂടെ അവസാനിപ്പിക്കുകയാണ്. എന്തായാലും ഇത്രയും കാര്യങ്ങളാണ് എനിക്ക് ഇന്ന് ഈ പറഞ്ഞ ലഘുലേഖയിൽ നിന്ന് ഷെയർ ചെയ്യാനുള്ളത്. താങ്ക് യു.
ഉണ്ണി